ഹലോ നമസ്കാരം. അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് കാറ്റുകളുടെ തരംതിരിവാണ്. 4 തരത്തിൽ കാറ്റുകളുണ്ടെന്ന് പഠിച്ചായിരുന്നു. അതിൽ ഒന്നാമത്തെ കാറ്റായ സ്ഥിരവാദങ്ങളിലെ വാണിജ്യവാദങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. നമ്മൾ നോക്കുന്നത് നമ്മുടെ പശ്ചിമവാദങ്ങൾ, അതുപോലെ തന്നെ ധ്രുവീയവാദങ്ങൾ. എന്താണ് പശ്ചിമവാദങ്ങൾ എന്ന് ചോദിച്ചാൽ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ. പ്രധാനമായും പശ്ചിമവാദങ്ങൾ 3 ഏതൊക്കെയാണ്? അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60. ഓർക്കണം, പ്രധാനപ്പെട്ട പശ്ചിമവാദങ്ങൾ ചോദിച്ചാൽ അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60. എന്തുകൊണ്ടാണ് ഇതിന് അലറുന്ന റോഡിൻ 40s എന്നൊക്കെ പറയുന്നത്? അതായത് 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് അലറുന്ന 40. ഓർക്കണം, 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് അലറുന്ന 40. കഴിഞ്ഞ എക്സാം ചോദിച്ചായിരുന്നു 35 ഡിഗ്രിക്കും അതുപോലെ 45 ഡിഗ്രിക്കും ഇടയിൽ വീശും തെക്ക് നിന്ന് വീശുന്ന വാദം ചോദിച്ചാലും ഏത് തന്നെയാണ്? അലറുന്ന 40. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടി പറയുന്നു, 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്ന വാദങ്ങളാണ് അലറുന്ന 40. അതുപോലെ തന്നെയാണ് കഠോരമായ 50. 50 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് കഠോരമായ 50. അതുപോലെ 60 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് അലമുറയിടുന്ന 60. ഓർക്കുക, എന്താണ് പശ്ചിമവാദങ്ങൾ ചോദിച്ചാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ. പ്രധാന പശ്ചിമവാദങ്ങൾ അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60. 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് അലറുന്ന 40. 50 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് കഠോരമായ 50. 60 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നതാണ് അലമുറയിടുന്ന 60. ഇനി സ്ഥിരവാദങ്ങളിലെ മൂന്നാമത്തെ കാര്യമാണ് ധ്രുവീയവാദങ്ങൾ. എന്താണ് ധ്രുവീയവാദങ്ങൾ? അതായത് ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് ധ്രുവീയവാദങ്ങൾ. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്നതാണ് ധ്രുവീയവാദങ്ങൾ. ധ്രുവീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത മനസ്സിലാക്കാം, അതിശൈത്യമേറിയ വാദങ്ങളാണ് ധ്രുവീയവാദങ്ങൾ. ശൈത്യമേറിയ വാദങ്ങളാണ് ധ്രുവീയവാദങ്ങൾ. ആ ധ്രുവീയവാദങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മുടെ റഷ്യ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, വടക്കേ അമേരിക്ക മേഖലയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാദം ഏതാണ്? ധ്രുവീയവാദങ്ങൾ. ഒന്നുകൂടി പറയാം, റഷ്യ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, വടക്കേ അമേരിക്ക മേഖലകളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാതകമാണ് ധ്രുവീയവാദങ്ങൾ. എന്താണ് ധ്രുവീയവാദങ്ങൾ? ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് ധ്രുവീയവാദങ്ങൾ. എന്താണ് പ്രധാന പ്രത്യേകത? അതിശൈത്യമേറിയ വാദങ്ങളാണ്. റഷ്യ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, വടക്കേ അമേരിക്ക മേഖലകളിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന എന്തിനാണ്? ധ്രുവീയവാദങ്ങൾ. അപ്പൊ നമ്മൾ കാറ്റുകളിലെ ഒന്നാമത്തതാണ് സ്ഥിരവാദങ്ങൾ. ആ സ്ഥിരവാദങ്ങളിൽ വാണിജ്യവാദങ്ങൾ എന്താണെന്നും പശ്ചിമവാദങ്ങൾ എന്താണെന്നും ധ്രുവീയവാദങ്ങൾ എന്താണെന്നും പറഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയുന്നു, എന്താണ് പശ്ചിമവാദങ്ങൾ ചോദിച്ചാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങൾ പശ്ചിമവാദങ്ങൾ. പ്രധാന പശ്ചിമവാദങ്ങൾ അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60. അലറുന്ന 40, 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നു. അതുപോലെ തന്നെ കഠോരമായ 50, 50 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നു. അലമുറയിടുന്ന 60, 60 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്നു. മൂന്നാമത്തെ കാറ്റായ ധ്രുവീയവാദങ്ങൾ ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്നതാണ് ധ്രുവീയവാദങ്ങൾ. അതിശൈത്യമേറിയ വാദങ്ങളാണ്. റഷ്യ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, വടക്കേ അമേരിക്ക മേഖലകളിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ധ്രുവീയ വാദങ്ങളാണ്. ഓക്കെ.